ഞാൻ ഡോക്ടർ MG ശശിഭൂഷൺ. എസ് ഗുപ്തൻ നായർ എൻ്റെ പിതാവാണ്. അച്ഛൻ ജോലി ചെയ്തിരുന്ന കോളേജുകളിലൊക്കെ തന്നെ ഞങ്ങൾക്കും ജോലി ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അച്ഛൻ ജോലി ചെയ്ത മഹാരാജാസ് കോളേജിലൊഴികെ മറ്റെല്ലാ കോളേജുകളിലും, അതായത് യൂണിവേഴ്സിറ്റി കോളേജിൽ, പാലക്കാട് വിക്ടോറിയ കോളേജിൽ, തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ ഞാനും മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ ജോലി ചെയ്യാനായി എത്തുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന പഴയ നോൺ ടീച്ചിങ് സ്റ്റാഫിൽപ്പെട്ടവർ, അതായത് അറ്റൻഡർമാർ, അവരുടെ അതിൽ മുതിർന്ന ആളുകൾ അച്ഛനെ പറ്റിയുള്ള സ്മരണകൾ ഞാനുമായി പങ്കുവയ്ക്കുമായിരുന്നു. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും അവർ എസ് ഗുപ്തൻ നായർ എന്ന അധ്യാപകനെ ഓർത്തിരുന്നു. അവർ പറയുന്നത്, അന്ന് മലബാറിൽ ഹിന്ദി പഠിക്കാനായിരുന്നു മലയാളം മലയാളം പഠിക്കാൻ എത്തുന്നവരെക്കാൾ കൂടുതൽ വന്നിരുന്നത്. എന്നാൽ എസ് ഗുപ്തൻ നായരുടെ ക്ലാസുകൾ പ്രശസ്തമായതോടെ ഹിന്ദി രണ്ടാം ഭാഷയായി എടുത്ത പല വിദ്യാർത്ഥികളും അത് ഉപേക്ഷിക്കുകയും അവർ മലയാളത്തിലേക്ക് മടങ്ങുകയും ചെയ്തതായി അവർ പറയും. പ്രധാനമായി കാരണമായി അവർ പറഞ്ഞിരുന്നത്, സംഗീതമധുരമായി പാഠഭാഗങ്ങൾ, പ്രത്യേകിച്ച് കാവ്യഭാഗങ്ങൾ ചൊല്ലുന്ന ഒരു അധ്യാപകനോട് സ്വാഭാവികമായി വിദ്യാർത്ഥികൾക്ക് തോന്നിയ താല്പര്യം അത് വളരെ പ്രകടമായിരുന്നു എന്നാണ്. കാണാൻ സാധിക്കും. ശിവശങ്കറിനെ അറിയാമോ? ശശിഭൂഷൺ ഞാൻ ക്ലാസ്മേറ്റ്സായിരുന്നു. ശശിഭൂഷൺ ഞാൻ ക്ലാസ്മേറ്റ്സായിരുന്നു. അങ്ങനെ സാറ് ഞാനോട് പരിചയപ്പെട്ടു.
നടക്കണം ദിവസം. നായർ ഫൗണ്ടേഷൻ്റെ 2026 പുരസ്കാര ചടങ്ങും അനുസ്മരണവുമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. പ്രൊഫസർ VR പ്രബോധചന്ദ്രൻ നായർക്ക് പുരസ്കാരം സമർപ്പിക്കുകയാണ്. കാര്യപരിപാടിയുടെ തുടക്കം സ്വാഗതമാണ്. അത് പറഞ്ഞിട്ട് അധ്യക്ഷനെ പ്രസംഗിക്കാനായിട്ട് ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞ് പുരസ്കാര സമർപ്പണമാണ്. പിന്നീട് അനുസ്മരണ പ്രഭാഷണങ്ങളാണ്. രവിശങ്കർ കൂടി ഇവിടെ വേദിയിൽ വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ ആദ്യമേ സ്വാഗതം പറയുകയാണ്. ചരമം. അപ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും ബന്ധുക്കളും കൂടി നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ് ഒരു ഫൗണ്ടേഷൻ ഔപചാരികമായി രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ആ ഫൗണ്ടേഷന് വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെ ചിലതൊക്കെ നടപ്പിലാക്കുവാൻ സാധിച്ചു. പല കാര്യങ്ങളും അത് സാക്ഷാത്കരിക്കുവാൻ ആലോചിച്ചുവെങ്കിലും അത് സഫലമാക്കുവാൻ സാധിച്ചില്ല. കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഉപന്യാസ മത്സരവും മറ്റുമാണ്. ആദ്യകാലങ്ങളിലൊക്കെ അത് ഒരുവിധം ഭംഗിയായി നടന്നിരുന്നു. പിന്നീട് എവിടെയൊക്കെയോ വെച്ച് അത് മുടങ്ങിപ്പോയി. എന്നാൽ കോവിഡ് വ്യാപിച്ചിരുന്ന ആ 2 വർഷം ഒഴികെ ബാക്കിയുള്ള വർഷങ്ങളിൽ ഈ ഫൗണ്ടേഷൻ്റെ പുരസ്കാര സമർപ്പണം അത് പതിവായി നടന്നിരുന്നു. വളരെ പ്രശസ്തരായ വ്യക്തികളെ ആദരിക്കുവാൻ ഈ ഫൗണ്ടേഷന് സാധിച്ചു എന്നത് ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുകയാണ്. ആദ്യ വർഷം പ്രൊഫസർ ലീലാവതി ടീച്ചറിനെയാണ് അതിനായിട്ട് ക്ഷണിച്ചത്. തുടർന്നുള്ള വർഷങ്ങളിലും അതിപ്രഗത്ഭരായ ആചാര്യന്മാരെ ക്ഷണിക്കാൻ അവരൊക്കെ നിന്ന് നേരിട്ടും ഫോൺ വഴിയും അപൂർവമായിട്ട് കത്തുകളിലും നിർദ്ദേശങ്ങൾ വരാറുണ്ട്. അത് ഫൗണ്ടേഷൻ്റെ ഒരു സെക്രട്ടറിയായിട്ട് അടുത്ത കാലം വരെ പ്രൊഫസർ വാസുദേവൻ പിള്ള ഉണ്ടായിരുന്നു. അദ്ദേഹം അത് വളരെ കൃത്യനിഷ്ഠയോടുകൂടി ആ പേരുകളെല്ലാം ഒരു അകാരാദി ക്രമത്തിൽ തയ്യാറാക്കുകയും അതിൻ്റെ സമിതിയുടെ അധ്യക്ഷനായിരുന്ന വളരെ കാലം അധ്യക്ഷനായിരുന്നത് പ്രൊഫസർ പുതുശ്ശേരി രാമചന്ദ്രൻ സാറും ശ്രീ K. ജയകുമാറായിരുന്നു. ആദ്യം മുതൽ തന്നെ വർക്കിംഗ് പ്രസിഡൻറ്റും. അപ്പോൾ അവരുടെ 2 പേരുടെയും മുമ്പിൽ ഇതിങ്ങനെ അവതരിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ആ വർഷം ഒരു ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയെ അവരുടെ സമ്മതത്തോടുകൂടി തിരഞ്ഞെടുക്കുകയും ചെയ്യും. മറ്റ് വലിയ പുരസ്കാരങ്ങളൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തപ്പോൾ അതിന് വലിപ്പം എന്ന് പറയുന്നത് അവരുടെ സെൻറ്റൻസാണ്. ആദരിക്കുന്ന വ്യക്തികളുടെ മഹത്വമാണ്. ആ നിലയിൽ ഇന്ന് നമുക്ക് ആദരിക്കാനായി ഇവിടെ എത്തിയിട്ടുള്ളത് പ്രൊഫസർ VR പ്രബോധചന്ദ്രൻ സാറാണ്. ഞാൻ എങ്ങനെയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ടതെന്ന് എനിക്ക് തന്നെ നിവൃത്തിയില്ല, എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ പറ്റി മലയാളികളല്ലാത്ത പ്രത്യേകിച്ച് വിദേശീയരായ ഇൻഡോളജിസ്റ്റുകൾ അദ്ദേഹത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് നേരിട്ട് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പ്രത്യേകിച്ച് അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിൽ ഇവിടെ കേരളൻ സ്റ്റഡീസ് എന്ന് പറഞ്ഞൊരു ശാഖയുണ്ട്.
ഇൻഡോളജി എന്ന വലിയ ശാഖ, വലിയ വിജ്ഞാന വിഭാഗം, ആ വിഭാഗത്തിലെ ഒരു ഉപവിഭാഗമായിട്ടാണ് അവർ കേരളൻ സ്റ്റഡീസിനെ കാണുന്നത്. സാന്ദർഭികമായതുകൊണ്ട് പറയട്ടെ, അവർ കേരള സ്റ്റഡീസ് എന്നല്ല പറയുന്നത്, കേരളൻ സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. ജപ്പാനിലെ മലയാള ഭാഷ പഠിക്കുന്ന ആളുകളും അമേരിക്കക്കാരെ അനുകരിച്ചുകൊണ്ട് തന്നെ കേരളൻ സ്റ്റഡീസ് എന്നാണ് പറയുന്നത്. ഈ കേരളൻ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട ഗവേഷകന്മാരുമായി എനിക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അവരിൽ ചിലരൊക്കെ ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനും സാധിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സിൽ വി ആർ പ്രബോധേന്ദ്രൻ സാറിനെ പറ്റിയുള്ള ആദരവ് എനിക്ക് ആദ്യമൊക്കെ അത്ഭുതവും പിന്നീട് അഭിമാനവും ആഹ്ലാദവും തോന്നിച്ചു. അവർ പറയുന്നത് ഏറ്റവും വിശ്വസിക്കാവുന്ന കേരളൻ സ്കോളർ എന്നാണ് വി ആർ പ്രബോധേന്ദ്രൻ സാറിനെ പറ്റി അവർ പറയുന്നത്. ഞങ്ങളെ വഴിതെറ്റിക്കുകയില്ല. ഞങ്ങൾ അദ്ദേഹത്തെ അടുത്തേക്ക് പോയി ഒരു സംശയം ചോദിച്ചാൽ ഒരു പല കഥകളും പറയും. പല ഗവേഷകന്മാരെ പറ്റി, ഗ്രന്ഥകാരന്മാരെ പറ്റിയൊക്കെ പറയും. മിക്ക ആളുകളും അവർ രചിച്ച പുസ്തകങ്ങൾ മാത്രമേ അതിനെപ്പറ്റി മാത്രമേ പറയുകയുള്ളൂ. അവർ രചിച്ച പുസ്തകങ്ങൾ മാത്രമേ ഈ അമേരിക്കൻ സർവകലാശാലയിൽ നിന്ന് ഗവേഷണ വിദ്യാർത്ഥിയായി എത്തിയവർക്ക് കാണിച്ചു കൊടുക്കുകയുള്ളൂ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരാളായിട്ട്, അവരുടെ രക്ഷാകർത്താവായി, അവരുടെ കേരളത്തിലെ അവരുടെ താമസക്കാലത്ത് ശാസിക്കുന്ന രക്ഷാകർത്താവായി, അതല്ലാതെ അവരെ പൊള്ളയായി പ്രശംസിക്കുകയും അവരെ സുഖിപ്പിക്കുന്ന തരത്തിൽ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നയാളല്ല. കർക്കശനായ ഒരു ആചാര്യനായിട്ട് അവർക്ക് ഓർക്കാനുണ്ടായിരിക്കുക വി ആർ പ്രബോധേന്ദ്രൻ സാറിനെ പറ്റിയായിരിക്കും. ഭാഷാശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനയെപ്പറ്റി എന്നേക്കാൾ ആധികാരികമായി പറയുവാൻ കഴിവുള്ള വ്യക്തികൾ ഈ സദസ്സിലും വേദിയിലുമുണ്ട്. ഞാനതുകൊണ്ട് അതിലേക്ക് മുതിരുന്നില്ല. അദ്ദേഹത്തിന് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരള സർവകലാശാലയിലെ മലയാള വകുപ്പ് രൂപീകരിച്ചതിന് ശേഷം ആ മലയാള വകുപ്പിൽ നിന്ന് ആദ്യമായി സമർപ്പിക്കുന്ന PhD പ്രബന്ധം വി ആർ പ്രബോധേന്ദ്രൻ നായർ സാറിൻ്റേതായിരുന്നു. ഇത് മാത്രമല്ല, കൃഷ്ണഗാഥയെ പറ്റിയുള്ള ആ പഠനം അദ്ദേഹത്തിന് തുടർന്നും നടത്തുവാൻ അവസരം കിട്ടി. സാധാരണ ഒരു പ്രിയപ്പെട്ട ഒരു വിഷയം അതിനെ ഗവേഷണ വിഷയമായി പഠിക്കാൻ കിട്ടുക, അതിൽ ഗവേഷണം പൂർത്തിയാക്കുക, പിന്നെ സാധാരണ ചെയ്യുക അതിൽ തന്നെ ഒരു ഡീലിറ്റ് എടുക്കാനായിട്ട്, അങ്ങനെ ചില നമുക്കറിയാം, നമ്മുടെ ഇടയിൽ തന്നെ പണ്ഡിതന്മാരിൽ ചിലർ തയ്യാറായിട്ടുണ്ട്. ഉണ്ടായി അദ്ദേഹത്തിനെ കേരളത്തിലെ പണ്ഡിത ലോകം എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അടുത്ത കാലത്ത് ശ്രീനാഥ ഭാഷയെ അവരൊരു മതമായി, അവരതിനെ ഒരു രാഷ്ട്രീയ കഴിഞ്ഞ 4-5 വർഷമായി ഈ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള പുരസ്കാര സമ്മേളനങ്ങൾ കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലാണ് നടന്നിട്ടുള്ളത്. ഒരു വർഷം തൃശ്ശൂരിൽ വെച്ച്, മറ്റൊരു വർഷം എറണാകുളത്ത് വെച്ച്, ഇനിയൊരു വർഷം മാവേലിക്കര വെച്ച്, കായംകുളത്ത് വെച്ച്, അവിടെയെല്ലാം ഈ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ജയകുമാർ മറ്റു പരിപാടികളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് ഏറ്റവും തിരക്ക് പിടിച്ച ഒരു പ്രാസംഗികനാണ്. അച്ഛനുമായിട്ട് വളരെ ബന്ധപ്പെട്ടവരാണ്. അതിൽ രവിശങ്കർ എസ് നായർ എങ്ങനെയാണ് അച്ഛനുമായി ബന്ധപ്പെടുന്നതെന്ന് ഒരു പക്ഷേ രവിശങ്കർക്ക് തന്നെ അറിയുമോ എന്ന് എനിക്ക് പറഞ്ഞുകൂടാ. അച്ഛൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു A. രാമചന്ദ്രൻ എന്ന കലാകാരൻ. അദ്ദേഹം പിന്നീട് കലാകാരനായിരുന്നു. പക്ഷേ യൂണിവേഴ്സിറ്റി കോളേജിൽ A. രാമചന്ദ്രൻ എന്ന രവിശങ്കറിൻ്റെ അച്ഛൻ്റെ പിതൃസഹോദരനാണ്. ഈ പിതൃസഹോദരനായ A. രാമചന്ദ്രൻ അന്ന് ഗായകനായിരുന്നു. അപ്പോൾ ഗായകനായ രാമചന്ദ്രനെയാണ് അച്ഛനുമായിട്ടുള്ള അടുപ്പം. അത് കഴിഞ്ഞിട്ടും കുമാരനാരുടെ വീട്ടിലാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ചന്ദ്രശേഖരൻ നായർ ഞങ്ങളുടെ ഒരു വഴി തെറ്റി, സന്യാസി ആവേണ്ട ആളായിരുന്നു, പക്ഷെ വഴി തെറ്റി ഇങ്ങനെ ഗൃഹസ്ഥാശ്രമിയായി. അദ്ദേഹത്തെ പറ്റി ഞാൻ എങ്ങനെയാണ് പറയേണ്ടത്? ഒരു സഞ്ചാരിയാണ്.
അദ്ദേഹം പല തവണ കൈലാസത്തിൽ 6 or 7 തവണ യാത്ര ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ടിബറ്റിനെ പറ്റി എത്ര ആധികാരികമായിട്ടാണ് തലനാട് ചന്ദ്രശേഖരൻ നായർ എഴുതിയിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ടിബറ്റിൽ നടക്കുന്ന മാറ്റങ്ങൾ പറഞ്ഞിട്ട് അധ്യക്ഷൻ നായർ സാറ് സവിസ്തരമായ സ്വാഗതം കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ച ഡോക്ടർ ശശിഭൂഷൺ, ഡോക്ടർ ജയശങ്കർ, ശ്രീ തലനാട് ചന്ദ്രശേഖരൻ നായർ, ശ്രീമതി ലക്ഷ്മി, ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, പ്രൗഢമായ ഒരു സദസ്സാണ് മുമ്പിലുള്ളത്. അത് ഇവിടെ നമ്മൾ അനുസ്മരിക്കുന്ന മുത്തുനായർ സാറിനോടുള്ള ബന്ധം കൊണ്ടും നമ്മൾ ആദരിക്കുന്ന പ്രബോധകൻ നായർ സാറിനോടുള്ള സ്നേഹം കൊണ്ടും സന്നിഹിതരായിട്ടുള്ളവരാണ് ഈ സദസ്യർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കാതെ എൻ്റെ പ്രഭാഷണം അങ്ങനെ കേൾക്കാൻ വന്നവരാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ ഫുൾ 4th ഗിയറിലിട്ട് വണ്ടിയെടുത്താൽ ബുദ്ധിമുട്ടായി പോകുന്നത് കൊണ്ടാണ് ഞാൻ സ്വയം നിയന്ത്രിക്കുന്നത്. സാറ് സംസാരിക്കുന്നത് കേൾക്കണം. എന്താണ് ഈ ഫൗണ്ടേഷൻ്റെ ലക്ഷ്യം, ഇതുവരെ എന്ത് ചെയ്തു വരുന്നതൊക്കെ ശ്രീ ശശിഭൂഷൺ സാമാന്യം വിശദമായി തന്നെ നമുക്ക് പറയുകയാണ്. കുറേ കാലമായി ഇതുമായി ബന്ധപ്പെട്ട് ആണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഓരോ പ്രാവശ്യവും നമ്മൾ ഒരു മികച്ച അധ്യാപകനെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സാഹിത്യത്തിലുമൊക്കെ തന്നെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള മികച്ച അധ്യാപകൻ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് സാധാരണ നമ്മുടെ മുമ്പിലുള്ളൊരു ബ്രീഫ്. അങ്ങനെ സാധാരണ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വരുന്ന അധ്യാപകരുടെ പട്ടികയിൽ നിന്ന് ഏറ്റവും ഉചിതനായിട്ടുള്ള ഒരാളെ കണ്ടെത്തുന്നു. അല്ലാതെ വലിയൊരു ജൂറിയും വലിയ പ്രോസസ്സൊന്നുമില്ല. നമുക്കറിയാം ഒരു വർഷം അത് കൊടുക്കേണ്ട ആൾ ആയി, നമുക്ക് കൊടുക്കേണ്ട സമയമായി എന്ന് വരുമ്പോൾ മുത്തുനായർ സാറിൻ്റെ അവാർഡ് നമ്മൾ കൊടുക്കും. ഇതുവരെ അവാർഡ് കിട്ടിയിട്ടുള്ളതൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സന്ദേഹവുമില്ല. നമുക്ക് കാണാൻ സാധിക്കും ആശയധാരകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ചില സവിശേഷതകൾ ഒരധ്യാപകൻ എന്നുള്ള നിലയ്ക്കും സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കും എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കുമൊക്കെ മുത്തുനായർ സാറ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു മൂല്യ പരിസരമുണ്ട്. അതിനോട് ഏറെക്കുറെ നീതി പുലർത്തുന്ന ഒരു അധ്യാപകന് മാത്രമേ മുത്തുനായർ സാറിൻ്റെ പേരിലുള്ള പുരസ്കാരം കൊടുക്കാൻ പാടുള്ളൂ. ആ അർത്ഥത്തിൽ ഇന്നത്തെ ചടങ്ങിന് ബഹുവിധമായിട്ട് പേരെടുത്ത് പറയുന്നില്ല, മുത്തുകാരിയാണ്. അവരെല്ലാം ഓരോരുത്തരായി കൂടുതലിൽ പോയി. ഈ അധ്യാപനം എന്നത് ഒരു ജോലി അപൂർവമായിട്ടുള്ള ഒരു ചാരുത. മുത്തുനായർ സാറിൻ്റെ ക്ലാസ്സിലെടുത്തിട്ടുള്ള എത്രയോ പേര് ഇപ്പോഴും അത് ഒരു മന്ദസ്മിതത്തോടു കൂടി മാത്രമാണ് ആവശ്യമായിട്ടുള്ള ഒരു സാന്നിധ്യമായി അക്ഷരങ്ങളിലൂടെ നൃത്തം ചെയ്യുന്ന മലയാള ഭാഷയുടെ ചാരുതയും അർത്ഥഗൗരവവും വൈജ്ഞാനിക ലോകത്തിന് പരിചയപ്പെടുത്തിയ കൃഷ്ണാശാലിക്ക് പ്രണാമം. പാണ്ഡിത്യവും സഹൃദയത്വവും ഒത്തുചേരുന്ന അപൂർവ പ്രതിഭകളിൽ ഒരാളായും കേരളം ഡോക്ടർ VR പ്രബോധചന്ദ്രൻ നായർ സാറിനെ അനുസ്മരിക്കും. ഭാരതത്തിലെ ശ്രേഷ്ഠ ഭാഷകളിലൊന്നായി മലയാളത്തെ അംഗീകരിക്കാനായി നിരന്തരം പ്രവർത്തിച്ച പണ്ഡിതന്മാരിൽ ഒരാളായും ഡോക്ടർ VR പ്രബോധചന്ദ്രൻ സാർ അറിയപ്പെടും. കേരള സർവകലാശാലയുടെ മലയാള വിഭാഗത്തിലെ ആദ്യത്തെ PhD ബിരുദധാരി, വ്യാകരണവും ഭാഷാശാസ്ത്രവും ഭിന്ന വിജ്ഞാന ശാഖകളല്ലെന്ന് മലയാളികളെ ഓർമ്മിപ്പിക്കുന്ന ആചാര്യൻ, ശ്രേഷ്ഠ ഗുരു, വാഗ്ഗേയകാരൻ, കവി, കഥകളി ഗ്രന്ഥ രചയിതാവ് എന്നീ നിലകളിൽ കേരളീയ സംസ്കാരത്തെയും മലയാള ഭാഷയെയും സമ്പന്നമാക്കിയ ഡോക്ടർ VR
നമസ്കാരവും സ്നേഹമാതൃണമായ ആശംസകളും. ഞാൻ ഒരു കപട വിനയവും ഇല്ലാതെ യാതൊരു സംശയവുമില്ലാതെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഗുപ്തൻ നായർ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനായിരുന്നു ഞാൻ. എനിക്ക് ഈ പുരസ്കാരം നൽകുക എന്നത് ഇപ്പോൾ ഭൗതികമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനൊക്കെ എത്രയോ മുൻപ് അദ്ദേഹം മാനസികമായിട്ടും മറ്റു പലതരത്തിലും എനിക്ക് എത്രയോ പുരസ്കാരങ്ങൾ തന്നിട്ടുണ്ട് എന്ന് ഞാൻ ഓർത്തു പോകുന്നു. ആലുവ കോളേജിൽ BSc ആയിരുന്നു. ഞാൻ അങ്ങനെ ഇൻ്റർമീഡിയറ്റ് വരെ സംസ്കൃതമാണ് സെക്കൻഡ് ലാംഗ്വേജായിട്ട് പഠിച്ചത്. പിന്നീട് സെക്കൻഡ് ലാംഗ്വേജായിട്ട് ഞാൻ മലയാളം എടുത്തു. കുറ്റിപ്പുഴ കൃഷ്ണോള സാറാണ് അവിടുത്തെ മലയാള വിഭാഗ അധ്യക്ഷൻ. പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ വേണ്ടത്തെ ശിഷ്യനായിരുന്നു. സാറിൻ്റെ പല പുസ്തകങ്ങളിലും എനിക്ക് 19 വയസ്സും 20 വയസ്സും ഒക്കെ ഉള്ളപ്പോൾ സാറ് അതിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ വ്യാഖ്യാന അംഗീകാരമായിട്ട് കലാശിക്കുകയാണ് ചെയ്തത്. വി വിൽ റാങ്ക് ഓൺലി ശ്രീ പ്രബോധചന്ദ്രൻ നായർ. എനിക്ക് എൻ്റെ PhD ഇല്ല. അത്ര എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്, വി വിൽ റാങ്ക് ഓൺലി ഫോർ ദി ലെക്ചറർഷിപ്പ്, we will rank only Sri V.R. Prabodhachandran Nair. He has lack of knowledge of so and so, who is കോഴിക്കോട് വരുന്നുണ്ട്. കുഴപ്പമില്ല, പോകുന്നുണ്ട്. കുഴപ്പമില്ല സാർ, ഇങ്ങനെ പോയാൽ മതി. ഇങ്ങനെയെങ്കിലും പോയാൽ മതി. അപഗ്രഥിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞു, മലയാളത്തിൻ്റെ എഴുത്തച്ഛനാണ് സംവിഷ്ടം ധ്യാനനിഷ്ഠം ബാലലോചനം നികൽ ഭക്താരം വിശ്വേശ്വരം വന്ദിച്ചു. ഈ ചൂവരെ സംസ്കൃതം, ആ ചൂവെത്തുമ്പോഴാണ് പ്രത്യയത്തിൻ്റെ കിരീടം കൊണ്ട് സംസ്കൃതത്തിൻ്റെ സംഖ്യയെ വാഴുന്ന ഗണ വിന്ധ്യാചല മധ്യദേശ അവസാനിക്കും. പുരസ്കാരം പ്രബോധേന്ദ്രൻ സാറിന് നൽകുന്നു. അവിടെ വന്ന് സാറിനെ കുറിച്ച് 2 വാക്ക് പറയണം എന്ന് ശശിഭൂഷൺ സാറ് പറഞ്ഞപ്പോൾ എനിക്ക് നിരസിക്കാൻ കഴിഞ്ഞില്ല. അത് ശശിഭൂഷൺ സാറുമായിട്ടുള്ളൊരു അടുപ്പവും ഗുപ്തൻ നായർ സാറിനോടുള്ളൊരു ബഹുമാനവും മാത്രമല്ല, ഞാൻ പ്രബോധേന്ദ്രൻ സാറിൻ്റെ ക്ലാസ്സിലിരുന്നാണ് ഭാഷാശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ പഠിച്ചത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ ഗവേഷണം നടത്തുകയും PhD ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് സംസാരിക്കുന്നത് എൻ്റെ പേരിൽ മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഭാഷാശാസ്ത്രം പഠിച്ച അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ഭാഷാശാസ്ത്ര വിദ്യാർത്ഥികളുടെയും പ്രതിനിധിയായിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ വന്ന് സംസാരിക്കാൻ ഒരു വാക്യം ഓർമ്മ വരിക. ഇതിൻ്റെ മിക്കവാറും എല്ലാ മേഖലയും സ്പർശിച്ചു പോവുകയും അവസാനത്തെ പ്രസംഗം ഗുപ്തൻ നായർ സാറിനെ പറ്റി ഞാൻ പറയുമ്പോൾ, ഞാൻ ആ കുടുംബത്തിലെ ഒരംഗം. സാറിൻ്റെ 3 മക്കളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരുടെ മൂത്ത ഒരാളിൻ്റെ സ്ഥാനം എനിക്കെന്നും ആ കുടുംബത്തിലുണ്ടായിരുന്നു. സാറ് MA പരീക്ഷയുടെ പേപ്പർ നോക്കാൻ വേണ്ടി പറഞ്ഞു സുകുമാരൻ നായർ സാറിൻ്റെ വീട്ടിൽ പോയി താമസിച്ചു. പക്ഷേ അതിന് മുൻപ്
കാലടി അദ്വൈതാശ്രമത്തിൽ ആഗമാനന്ദ സ്വാമിയുടെ ആശ്രമത്തിൽ വന്ന് സാറും അമ്മയും കൂടി അവിടെ 10 ദിവസം താമസിച്ചാണ് സാർ ഈ പേപ്പർ നോക്കുന്ന പതിവുണ്ടായിരുന്നു. അന്ന് ഞാൻ അനാഥനായ ഒരു കുട്ടി എന്നുള്ള നിലയിൽ 10 ക്ലാസ് പഠിച്ചു കഴിഞ്ഞ് ആഗമാനന്ദ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് അവിടെ സ്വാമിയുടെ കൂടെ കഴിയുകയാണ്. സ്വാമിക്കൊരു കത്ത് കിട്ടി, ഗുപ്തനായർ സാറും അമ്മയും കൂടി അവിടെ വരും എന്നുള്ളതായിരുന്നു. അപ്പം നിത്യേന ആഗമാനന്ദ സ്വാമികൾ എന്ന് പറഞ്ഞാൽ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ ഒരു തേജോ ഗോളമായിരുന്നു കേരളത്തെ സംബന്ധിച്ച്. ഹിന്ദി ചോദിച്ചു 8 ഭാഷയിൽ അവർ ചോദ്യം ചോദിച്ചപ്പോൾ 8 ഭാഷയിലും എനിക്ക് 2 അദ്ദേഹത്തെ കാണാനും പോകണം. അത് ആഗമാനന്ദ സ്വാമിയുടെ ക്ലാസ്സിലേക്ക് അല്ല എന്ന് സുകുമാർ അഴിക്കോട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ മഹത്വ്യക്തിക്കും അദ്ദേഹത്തിന് പുരസ്കാരം സമർപ്പിക്കാനെത്തിയവർക്കും അത് ആ മഹത്തായ ചടങ്ങ് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിയ പ്രസിദ്ധരും സഹൃദയരുമായ വേദിയിലും സദസ്സിലും ഇരിക്കുന്നവർക്ക് നന്ദി രേഖപ്പെടുത്തുകയാണ് എൻ്റെ കടമ. ഇന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ജയകുമാർ സാറ് അദ്ദേഹത്തിൻ്റെ തിരക്ക് കാരണം നേരത്തെ പോവുകയുണ്ടായി. അദ്ദേഹം ഈ ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റ് കൂടിയാണ്. അടുത്തതായി പ്രബോധനങ്ങളെല്ലാം മാറ്റിവെച്ച് വളരെ രവിശങ്കർ എസ് നായരാണ്. ഡോക്ടർ രവിശങ്കർ എസ് നായർ. അത് തന്നെ പരിചയപ്പായിരിക്കുകയാണ് നല്ലത്. അത് ശരിക്കും ക്ഷണിക്കാനൊക്കെ അറിയാം. ഞാൻ ടീച്ചറിന്റെ കൂടെ എങ്ങും പോവില്ല. നടക്കാൻ പോയാൽ നടപ്പ് നടക്കൂല. എല്ലാവരെയും ഫൈനാൻസ് വീഡിയോ